ഹലോ, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞേ, വെൽക്കം എന്ന് പറഞ്ഞേടാ. ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമുക്ക് ഓടിച്ചിട്ടൊരു ഷോപ്പിംഗ് നടത്തണമായിരുന്നു. സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പോയപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, 11 മണിക്ക് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ബാങ്കിലോട്ടൊക്കെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 11 മണി ആവാറായപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് തിരിച്ച് സ്റ്റുഡിയോയിലോട്ട് തന്നെ പോയിട്ടാണ്. മെയിനായിട്ട് നമുക്ക് കുഞ്ഞിനൊരു ഡ്രസ്സ് വാങ്ങണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയത്. അപ്പോൾ അവിടെ സെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. വായോ. അങ്ങനെ ദേ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുറന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അവർ കയറ്റി തുടങ്ങിയോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞാൻ ആദ്യം മൂടിപ്പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ സെയിലുണ്ടോയെന്ന് നോക്കിയപ്പോൾ സെയിലിൻ്റെ എല്ലാം കഴിഞ്ഞു ഗൈസ്. എല്ലാ സംഭവങ്ങളും തീർന്നു. പിന്നെ ഈ ചെപ്പൽസിനൊക്കെ എത്ര 299 പക്ഷെ എനിക്ക് ഒന്നും അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 499 ഉണ്ട്. 499 കുറച്ചൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷെ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര നിരാശയായിട്ട് അവിടെ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് പോയി. 99 ചെരുപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലാവരും ഇട്ട് ഏകദേശം ഒരു കുളമായ രീതിയിലാണ്. സെയിലൊക്കെ തീർന്നു. ഇനി നെക്സ്റ്റ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ 99 ചെപ്പൽസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമായ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അവിടെ എത്ര നേരം നിന്നാലും എനിക്ക് മതിയാവില്ല. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം കുറേ ഷെയ്ഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ നോക്കിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു എന്താ പറയുക ലിപ് ഗ്ലോസും ലിപ്സ്റ്റിക്കും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ എടുത്തു കേട്ടോ. കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷമാണ് എടുത്തത്. ഇവിടെ എത്ര നേരം നിന്നാലും എനിക്ക് മതിയാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനാണിത്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുഞ്ഞുവിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വരാട്ടോ. അത്യാവശ്യം ഒരു ലിപ്സ്റ്റിക്കും ഒരു നെയിൽ പോളിഷൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി. സെക്കൻഡ് ഫ്ലോറിൽ നോക്കിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം കട ഓപ്പൺ ആക്കിയിട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ സെയിൽ കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും നോക്കിയില്ല. ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിന് ഡ്രസ്സ് എടുത്ത് പോകണം എന്ന പരിപാടിയിലാണല്ലോ വന്നത്. അങ്ങനെ അവൻ്റെ സെക്ഷനിലോട്ട് കിടന്നു. അപ്പോൾ അവിടെ 149 കുറച്ചധികം ടീഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അവിടെ കിടന്ന് വലിച്ചു വാരിയിടും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് അതിൻ്റെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് 399 499 സെറ്റ് കിട്ടും കേട്ടോ. അതായത് ട്രൗസറും ടീഷർട്ടും കൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബോയ്സിന് എത്രയൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഗേൾസിൻ്റെ പോലെ ഒരുപാട് കളക്ഷനൊന്നും ഇല്ലല്ലോ. അതാണ് എനിക്ക് ഏറ്റവും അധികം വിഷമം. പിന്നെ ഉള്ളതിൽ ഒരെണ്ണം പെട്ടെന്ന് സെലക്ട് ചെയ്ത് പോകാനുള്ള പരിപാടിയിലിടുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എത്രയൊക്കെ നോക്കിയിട്ടും അങ്ങോട്ട് മനസ്സിനാണെങ്കിൽ ഒരു കളർ കിട്ടണില്ല. എനിക്ക് എപ്പോൾ എടുത്താലും ഞാൻ ഒന്നുപോലെ ബ്ലൂ എടുക്കും അല്ലെങ്കിൽ വൈറ്റ് എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം അത് എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കളറാണ് ഇപ്രാവശ്യം എടുത്തത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞുവിനൊരു ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇഷ്ടപ്പെടേന്ന് വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിലെത്തിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. 1-2 സ്ഥലത്തും കൂടി പോകാണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പോകാനായിട്ടാണ്. ബില്ല് ചെയ്യാൻ നിൽക്കുവാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.